ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയായത് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണൻ. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് തല വായനാ പക്ഷാചരണ സമാപന സമ്മേളനത്തിൽ IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എന്റെ ചേട്ടൻ ഡോക്ടർ KU വിനോദൻ മെഡിക്കൽ ഡയറക്ടർ ആയിരുന്ന കാലത്ത് അയാളുടെ ഗ്രഹത്തിലുള്ള സ്ത്രീയാണ്, ഡോക്ടറാണ്. അപ്പൊ ഗോപിയും എന്റെ ബ്രദറും തമ്മിൽ ബന്ധമായി. അപ്പൊ ഇങ്ങനെ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് വിളിച്ചിട്ട് ചോദിക്കുന്നു, ചേട്ടനാ ഒരു ചിറ്റപ്പള്ളിയൊക്കെ സിനിമ നിർമ്മാണം നടത്തിയെത്തിയതെന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ചിറ്റപ്പള്ളിയോട് ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ വരുന്നുണ്ട്. എല്ലാ രസമാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പും അത് CV ശ്രീരാമനായാലും ഒക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കേരളത്തിലെ ആൾക്കാർ ഞാൻ ഈ ഫീൽഡിനെ കുറിച്ചുള്ള കാരണമൊക്കെ എന്നോട് കുറേശ്ശെ ചോദിക്കും. ഒരാൾക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനും ഒരു സിനിമ നിർമ്മിച്ചു, അതിനും കിട്ടി വടക്ക് നോക്കിയന്ത്രം അവാർഡ്. പക്ഷെ അപ്പോഴേക്കും സാധനമൊക്കെ പലരുടെ കയ്യിലേക്ക് പോയി. നമ്മുടെ കുറെ കാശും പോയി മാത്രം, വേറെ 1379. അതുകൊട്ടെ അതൊന്നല്ല വിഷയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയതല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതൊക്കെയാണ് വിഷയം. ഇതൊക്കെയാണ് വിഷയം, ഇതൊക്കെയാണ് ജീവിതം. സാഹിത്യകാരന്മാർ അത് പുരോഗമനായാലും വരുമല്ല, ലൈബ്രറി പ്രവർത്തകന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ നടക്കുകയാണ്. വീട്ടിനോടത്തുനിന്ന് കഞ്ഞി കുടിക്കും, അവിടെ കിടന്നുറങ്ങും. ഗ്രാമങ്ങളിലെ ഗ്രന്ഥശാലകൾ വായനയെ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ച് സംസ്ഥാനത്തുടനീളം വായനാ സംസ്കാരം വളർത്തുന്നതിൽ കേരള ലൈബ്രറി കൗൺസിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വിശ്വനാഥൻ മങ്ങാട്ട് രചിച്ച ദ സൺഫ്ലവർ മീഡോസ് ഓഫ് ഇസൻപൂർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുത്തുകാരൻ UK സുരേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ തരത്തിലുള്ള ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വായനശാല ഗ്രന്ഥശാലകൾക്ക് വളരെയധികം പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ മാത്രം എന്ന് പറയുമ്പോൾ ഒരു 6 ലൈബ്രറികളാണുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ കുറേ തന്നെ നമ്മുടെ ഈ കൈക്കോണം മണ്ഡലത്തിൽ വരുന്ന എല്ലാ ലൈബ്രറികളും വരുന്നു. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നതാണ്. ഇപ്പോൾ താലൂക്ക് നേതൃത്വ സമിതി വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തീരുമാനം ലൈബ്രറി കൗൺസിൽ എടുത്തത് ഏറ്റവും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ പഞ്ചായത്തുകളും അത് ഒന്നിനൊന്ന് മികവോടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നേതൃത്വ സമിതി വന്നതോടുകൂടി ഒന്നും കൂടി എല്ലാ വായനശാലകളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ നേതൃത്വ സമിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയിൽ വന്ന് പുസ്തകം എടുത്തുകൊണ്ടൊരു വായനയുടെ വല്ലാത്തൊരു കുറവുണ്ട്. ഇത് കരുതി വായനയൊന്നും എങ്ങും പോയിട്ടില്ല. ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് ഒട്ടും ഇത്രമേൽ സുഖകരമല്ലാത്തൊരു കാലത്ത് നിന്ന് ലൈബ്രറി പ്രവർത്തനങ്ങളെ, ഗ്രന്ഥശാല പ്രവർത്തകരെയും പ്രസ്ഥാനത്തെയും വളരെ കഷ്ടപ്പെട്ട്, നമുക്കറിയാം ഒരു സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് ആ കാലഘട്ടത്തിലെ ജീവിതം എന്താണ് എന്നൊക്കെ തന്നെ കുറേയും പഴക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. TK ചന്ദ്രബാബു, PN ദേവിപ്രസാദ്, NS ജയൻ, TN അജയകുമാർ, AV സതീഷ്, വിശ്വനാഥൻ മങ്ങാട്, രതീഷ് രാധാകൃഷ്ണൻ, KA കൊച്ചുമോൻ, PA ഷമീർ എന്നിവർ സംസാരിച്ചു.
പ്രണവേട്ടാ, എന്തോ എന്റെ ഈ കണ്ണന് വെച്ച് ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapad. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.